ഒപ്പം എന്ന പ്രമേയത്തിൻ ജനുവരി 1 മുതൽ 16 വരെ നടക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയുടെ ഭാഗമായി മാവൂർ സർക്കിൾ SYSും SKFും പദയാത്ര നടത്തി. സ്വാഗത സംഘം കൺവീനർ ഉസ്മാൻ സഖാഫി കേരള യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി സംസാരിച്ചു. ശാസ്ത്രം നിർവചിക്കുന്നത് പോലെ മനുഷ്യൻ ഒരു ജീവി മാത്രമല്ല, കേവലം ഒരു സാമൂഹിക ജീവി എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനും പറ്റില്ല. മനുഷ്യന്റെ 2026 ജനുവരി 1 മുതൽ 17 വരെ കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്നു. കേരള യാത്രയുടെ പ്രചരണാർത്ഥം മാവൂർ സർക്കിൾ കേരള മുസ്ലിം ജമാഅത്ത് SYS SSF സംയുക്തമായി സംഘടിപ്പിക്കുന്ന പദയാത്രയാണ് ഈ വഴികളിലൂടെ മുന്നോട്ട് ഗമിക്കുന്നത്. ഇരുകാലമെല്ലാം തോൽവി തൊട്ടു സൗഹൃദം നാടിന്റെ വേര് കേരളം വാഴുന്ന പേര് കേരളം വാഴുന്ന പേര്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ ചേർത്തു പിടിക്കാൻ, അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമാവാൻ ലോകമെങ്ങുമുള്ള പതിതരും പീഡിതരുമായ മനുഷ്യവിഭാഗങ്ങളോട് ഐക്യപ്പെട്ടുകൊണ്ട് കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകിയ ഐതിഹാസികമായ 2 കേരള യാത്രകൾക്ക് ശേഷം മനുഷ്യക്കൊപ്പം എന്ന പ്രസക്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്ര ജനുവരി 17 വരെ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള സ്നേഹത്തിന് വില കൽപ്പിക്കാത്ത ഒരുപാട് വർത്തമാനങ്ങൾ ഇന്ന് മനസ്സാക്ഷി മരവിക്കുന്ന രൂപത്തിൽ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളത് എന്റെ മാവൂരിലുള്ള സഹോദരങ്ങളോട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാ മനുഷ്യരോടും മതജാതി വൈജാതികൾക്കപ്പുറം എല്ലാ ജനങ്ങൾക്കും കരുണ ചെയ്യാനും സ്നേഹം ചൊരിയാനുമാണ് പരിശുദ്ധമായ ഇസ്ലാം ലോകത്തോട് ഉദ്ഘോഷിക്കുന്നത്. പരിശ്രേഷ്ഠമായ മതം കേരള മുസ്ലിം ജമാഅത്തും SYSും SSFും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന മനോഹരമായ മനുഷ്യത്വത്തിന്റെ സ്നേഹത്തിന്റെ മുദ്രാവാക്യം. അവിടുത്തെ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ മനോഹരമായ സന്ദേശമാണ് ഈ പ്രസ്ഥാന ലോകത്തിന് കൊടുക്കുന്നത്. പ്രിയയുടെ പാവങ്ങളായ കുടുംബം കണ്ണുനീരോടുകൂടെ മഹാനായ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദിനെ സമീപിക്കുന്നത്. സങ്കടത്തോടെ ഈ വർത്തമാനം പറഞ്ഞപ്പോൾ മഹാനായ കാന്തപുരം ഉസ്താദ് അവർകൾ ആ പാവപ്പെട്ട സഹോദരിക്ക് വേണ്ടി, അവളെ സുരക്ഷയ്ക്ക് വേണ്ടി യമൻ സർക്കാരുമായും അവിടുത്തെ പ്രതിനിധികളുമായും അവിടുത്തെ ഗ്രാൻഡ് മുഫ്തിയുമായും അവിടുത്തെ പ്രമുഖരുമായിട്ടൊക്കെ നിരന്തരം ബന്ധപ്പെട്ട് ഉസ്താദിന്റെ പരിശ്രമത്തിന്റെ ഫലമായി, ഉസ്താദിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി നിമിഷപ്രിയ സന്തോഷ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ആ കുടുംബം സന്തോഷത്തിന്റെ കണ്ണുനീരോടുകൂടെ മർക്കസിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അവിടെയുള്ളൊരു മാധ്യമ പ്രവർത്തകൻ ആ സഹോദരൻ ഉസ്താദിനോട് ചോദിക്കുന്നുണ്ട്, ഉസ്താദേ, ഈ കുടുംബത്തെ നിങ്ങൾക്കറിയുമോ? ഈ കുടുംബത്തെ നിങ്ങൾക്കറിയുമോ? എനിക്കറിയില്ല. ആ സഹോദരൻ ഉസ്താദിനോട് ചോദിക്കുന്നുണ്ട്, ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഈ പാവപ്പെട്ട സഹോദരിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രായാധിക്യത്തിന്റെ പരിമിതികളിലും 92 കഴിഞ്ഞ ഈ സമയത്തും ഉസ്താദ് അവர்கள் ഇത്രമാത്രം കഠിനാധ്വാനം ചെയ്ത് അവൾക്ക് സുരക്ഷയുടെ വടിയൊരുക്കുന്നതിന്റെ താല്പര്യമെന്ത് എന്ന ചോദ്യത്തിന് ഉസ്താദ് പറയുന്നൊരു മറുപടിയുണ്ട്. അവളും ഒരു മനുഷ്യയാണല്ലോ, അവളും ഒരു മനുഷ്യത്വത്തിന്റെ മുമ്പില് മതത്തിന്റെ അതിർവരമ്പുകളില്ല എന്ന് ലോകത്തോട് ഉദ്ഘോഷിക്കുകയാണ് മഹാനായ കാന്തപുരം ഉസ്താദ് അവர்கள்.